ഹലോ വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സർപ്രൈസസൊക്കെ കിട്ടുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു സർപ്രൈസ് കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റൂഹി ബേബിയുടെ 40ാമത്തെ ദിവസത്തിൻ്റെ അന്ന് കേട്ടോ. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും ഞാൻ പ്ലാനില്ലായിരുന്നു. അപ്പം ഏതായാലും ബിരിയാണി ഉണ്ടാക്കല്ലോ, അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തെന്നുള്ളൂ. പിന്നെ കുറേ ആയിട്ട് ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്മതി റൈസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ബിരിയാണിക്ക് എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ബസ്മതി റൈസ് കഴിഞ്ഞെന്നുള്ളത് മനസ്സിലായത്. അപ്പം സെല്ല റൈസ് ഉണ്ടായിരുന്നു. സെല്ല റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കബ്സ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ റൈസ് ഉണ്ടല്ലോ. അപ്പം അത് ബസ്മതി റൈസിനെ പോലെ, അതായത് നമുക്ക് ബിരിയാണിക്ക് എപ്പോഴും ബസ്മതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസാണ് നല്ലത്. അപ്പം ഇതിപ്പോൾ ഞാൻ സെല്ല റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ബസ്മതി റൈസ് ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴും ആ ഒരു മന്തിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അവർക്ക് മന്തി പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ബിരിയാണിയും മന്തിയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ വന്നപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് സെല്ല റൈസ് വെച്ചിട്ട് നമ്മുടെ നാടൻ ദം ബിരിയാണി ശരിയാവില്ല എന്നാണ്. ആ ഒരു പെർഫെക്റ്റ്നെസ് വരില്ല. ബസ്മതി റൈസ് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ കൈമ റൈസ്. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു സർപ്രൈസ് വന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അന്ന് റൂഹി ബേബിയുടെ 40ാം ദിവസം ആയതുകൊണ്ട് തന്നെ ബിരിയാണി കുറച്ച് നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാവുമല്ലോ. പിന്നെ ഇക്കാക്ക് ഓഫീസുള്ള ദിവസം ആയതുകൊണ്ട് ഇക്ക വൈകിട്ട് വന്നിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവേ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തയ്യാറാക്കും. കാരണം ഉച്ചത്തേക്കും രാത്രിത്തേക്കും പിറ്റേ ദിവസം ഉച്ചത്തേക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നെക്സ്റ്റ് ഡേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണി. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ല റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. അപ്പം ആ സാധനങ്ങളാണ് ഇപ്പം റീനും റോസും കൂടി എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എനിക്കൊരു അപ്രതീക്ഷിത ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അതായത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതിലെ ഒരു മെമ്പർ ഒരു വീഡിയോ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഫാമിലെ നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ. അതിൽ മാങ്ങ, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, ഞാവൽപ്പഴം, അതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് ഉള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് അവരുടെ ഫാമിലേക്ക് ആ ഗ്രൂപ്പിലെ ഒരുപാട് മെമ്പേഴ്സ് പോയിട്ട് അവരും വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ അടുത്താണ് ആ വീഡിയോസ് എല്ലാം കൂടി കാണുന്നത്. അപ്പം ഞാവൽപ്പഴവും പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് നോക്കി ആരാണ് ഈ ഒരാളെന്ന് നോക്കിയപ്പം അവർ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഞാൻ ഇതുവരെ കാണാത്ത എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഒരു മെസ്സേജ് ഇട്ടു, ഞാവൽപ്പഴം ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് വെക്കണേന്ന്. പിന്നീടാണ് നോക്കുന്നത് അവരുടെ സ്ഥലം ഹത്തയിലാണ്. എന്തായാലും ഇവിടെ നിന്ന് ഹത്ത വരെ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. അപ്പം അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടോപ്പിക്ക് വിട്ടതായിരുന്നു. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ഒരു സെയിൽസ്മാൻ ആരോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പം വേണമെങ്കിൽ കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത് കൊടുത്തയച്ചതാണ് ഇത്രയും സാധനങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടികളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പൊടികളെന്ന് പറയുമ്പം മസാലപ്പൊടികൾ. അവർക്ക് സ്വന്തമായിട്ട് ഫ്ലോർ മില്ലുണ്ട് അത്രേ. അപ്പം അവിടെ ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള പൊടികളായപ്പോൾ, മസാലപ്പൊടികളായപ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിളിന് കൊടുത്തയച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് ഓട്സ് പൊടിയാണ്. നമ്മൾക്ക് ഓട്സ് ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന
പൊടിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഓട്സിൻ്റെ പൊടിയാണെന്ന്. അത് ഓട്സ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ കാണിക്കാം. ഇത് പാപ്രിക്ക, പിന്നെ റെഡ് ചില്ലി പൗഡർ ഉണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കുറേശ്ശെ സാമ്പിളിനായിട്ട് എടുത്താന്ന് പറഞ്ഞിരുന്നു. ഇത് റെഡ് ചില്ലി പൗഡർ, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്. ഇത് അറബി മസാല, മജ്ബൂസിലേക്കൊക്കെ ഇടുന്ന മസാല പൗഡർ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഫ്രഷായിട്ട് അവർ തന്നെ അവിടെ പൊടിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ഇത് സിനമൺ പൗഡർ, അതായത് പട്ടപ്പൊടി, കറാമ്പട്ടയുടെ പൊടി. ഇത് ജിഞ്ചർ പൗഡർ. അപ്പോൾ ഇത്രയാണ് പൊടികൾ. അപ്പോൾ ഇതിൽ ഓട്സ് വെച്ചിട്ടുള്ള ഓട്സിൻ്റെ പൊടി വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ, അല്ല ബ്ലോഗിൽ ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്, ഈത്തപ്പഴം. ഈ പച്ച ഈത്തപ്പഴം, അധികം പഴുക്കാത്ത ഈത്തപ്പഴം ഉണ്ടല്ലോ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ കറിവേപ്പില ഞാനിവിടെ പൊതുവേ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അതുപോലെ മുരിങ്ങയില പിന്നെ പറയണ്ടല്ലോ, ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ റിനുവിനാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായത്. കാരണം അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം അതിലുണ്ട്. പച്ചമാങ്ങ ഒരുപാടുണ്ട്. പഴുത്ത മാങ്ങ അത്ര ഇഷ്ടമല്ല അവൾക്ക്, പക്ഷേ പച്ചമാങ്ങ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴും 1-2 പച്ചമാങ്ങ വാങ്ങിച്ചിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കഴിക്കാറാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ള ഏർപ്പാട് അവളുടെ. പിന്നെ ചെറുനാരങ്ങയുണ്ട് കേട്ടോ അതിൽ. പിന്നെ പല വെറൈറ്റി മാങ്ങകളും ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, എല്ലാ മാങ്ങയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കറി നാരങ്ങ എന്ന് പറയും, കറി വയ്ക്കുന്ന നാരങ്ങ അല്ലെങ്കിൽ അച്ചാർ നാരങ്ങ. ശരിക്കും നമുക്കിതൊക്കെ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്നും ഒക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഫാമിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടായിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറയുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റും, പ്രത്യേകിച്ച് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇവരാണ് ഇതൊക്കെ അയച്ചു തന്നിട്ടുള്ളത്. ഷഹന എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഷഹന, താങ്ക് യു. എന്തായാലും താങ്ക്സ് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് താങ്ക്സ് പറയുന്നില്ല. മോളുടെ സന്തോഷം കണ്ടാൽ തന്നെ മനസ്സിലാവും. അവൾക്ക് പച്ചമാങ്ങ അത് കൊണ്ടുവന്ന് ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്പം തന്നെ തിരക്ക് കൂട്ടി ആൾ കട്ട് ചെയ്ത് ഇപ്പോൾ ഇതാ മുളക് പൊടിയും ഉപ്പും ചേർത്ത് അപ്പം തന്നെ കഴിക്കാനിരുന്നു അവൾ. അത്രയും സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ പച്ചമാങ്ങയുടെ സീസണിൽ നാട്ടിലേക്ക് പോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ ഏപ്രിലിൽ പോകാനും പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു, നാട്ടിൽ പോയിട്ട് ഒരുപാട് പച്ചമാങ്ങ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പോകാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടം ഇപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് അവൾക്ക് മാറിയത്, സത്യം പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. പിന്നെ ഇവിടെ എല്ലാവരും പറയും മുരിങ്ങയിലൊക്കെ ഇവിടെ UAE കിട്ടാൻ വളരെ ഈസിയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഒന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അപ്പം തന്നെ വേഗം പോയിട്ട് കറി ഉണ്ടാക്കും. അത്രയും ഇഷ്ടമാണ് മുരിങ്ങയില. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും വീണ്ടും ചോറ് ഉണ്ടാക്കാൻ പോവാണ്. മുരിങ്ങയില കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ബിരിയാണി നെക്സ്റ്റ് ഡേ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചോറിലേക്ക് ഉള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പരിപ്പ് ആദ്യം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇല ഇട്ട് കൊടുത്ത്, ഇല കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇല വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി പൊതുവേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ചിലർ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പം ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, വെന്ത ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് തേങ്ങ ചെരുവിയതും നല്ല ജീരകവും ചെറിയ ഉള്ളി 2-3 എണ്ണം ചേർത്തിട്ട് കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം.
അപ്പം ഇലയും പരിപ്പൊക്കെ വെന്ത ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. തിള വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ തിളയ്ക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഒരുപാട് നേരം തിളയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഈ കറി പിരിഞ്ഞ് പോലാവും, അതായത് ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കറി. അപ്പം തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി നമുക്കത് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇലക്കറി ആയതുകൊണ്ട് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാറില്ല. എന്നിട്ട് കടുക് ഇട്ടിട്ട് കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കട്ടെ, ഞാൻ ചേർത്തിട്ടില്ല കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ. പിന്നെ ഇനി ചിക്കനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ എണ്ണയിൽ തന്നെ ഞാൻ പപ്പടം പൊരിച്ചെടുക്കുവാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഓൾറെഡി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ കൂടി കണ്ടപ്പോൾ പിന്നെ ഉണ്ടാക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ കുറേ നാളായിട്ട് ഞാൻ കറിവേപ്പില വാങ്ങിക്കാറില്ലായിരുന്നു. ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചിക്കന് മാരിനേറ്റ് ചെയ്തത് ഫ്രൈ ആക്കി എടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുമ്പൊക്കെ ഞാൻ കറിവേപ്പിലയുടെ ചട്ടിയായിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കറിവേപ്പില എടുക്കാമല്ലോ. പക്ഷേ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകുമ്പം അത് കേടുവന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം വാങ്ങിക്കാറില്ല. ഇനി എന്തായാലും ഒന്ന് വാങ്ങിക്കണം. ഏതായാലും ഇപ്പോൾ കിട്ടിയ ഈ കറിവേപ്പില ഒന്ന് മൊത്തം കഴിയട്ടെ ഇൻഷാല്ലാ, എന്നിട്ട് വേണം വാങ്ങിക്കാൻ. കറിവേപ്പിലയുടെ ആ ഒരു മണം വന്നപ്പോൾ ഭയങ്കര ഒരു ഫീൽ കേട്ടോ. കുറേ ആയിട്ട് കറിവേപ്പില വാങ്ങിക്കാറില്ലായിരുന്നു. അപ്പം പരിപ്പും മുരിങ്ങയില കറിയും തേങ്ങരച്ച കറിയും പിന്നെ പപ്പടം, ചിക്കൻ ഫ്രൈ, ചോറ്, ഇതൊക്കെയാണ് രാത്രിത്തെ വിഭവങ്ങൾ. രാത്രിയിലാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. മക്കൾ ബിരിയാണി ആട്ടോ കഴിച്ചത്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഉണ്ടോയെന്നൊക്കെ. ഇൻസ്റ്റഗ്രാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ട് ഇടാം കേട്ടോ. അതിൽ എന്താ പറയുക, എല്ലാ അപ്ഡേറ്റ്സ് ഉണ്ടാവും. എല്ലാ വീഡിയോസിൻ്റെയും ഫോട്ടോസൊക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുമ്പം സ്റ്റോർ ചെയ്ത് വെക്കൽ എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒട്ടും വെള്ളമില്ലാത്തൊരു ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ അകത്തെ ടിഷ്യൂ പേപ്പർ വയ്ക്കുക. എന്നിട്ട് ഒരു 3 ലെയറായിട്ട് ഞാനത് വെക്കുന്നത് കേട്ടോ. കറിവേപ്പിലയിലും ഒട്ടും വെള്ളം പാടില്ല. ഓരോ ലെയറിലും നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കണം. അപ്പോൾ കറിവേപ്പില മാത്രമല്ല, ഇതുപോലെ ഇലകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേടുകൂടാണ്ട്. പിന്നെ പച്ചമുളകും ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറുനാരങ്ങ ഇതുപോലെ തന്നെ ഞാൻ എടുത്ത് വെക്കുകയാണ്. കാരണം ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കേടുവരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വെക്കുകയാണ്. പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മാങ്ങ ഇപ്പം തന്നെ പച്ചമാങ്ങ ഒക്കെ അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. കൊണ്ടുവന്ന പഠന റീനു 2 3 ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ ഇക്ക പഴുത്ത മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പഴുത്ത മാങ്ങ എല്ലാതും വേറെ വേറെ ടേസ്റ്റായിരുന്നു. ഒരു കുഞ്ഞു മാങ്ങ ഉണ്ട്, കുഞ്ഞു മാങ്ങ 1-2 ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറമേ നല്ല ഗ്രീൻ കളറാണ്, പക്ഷേ അകത്ത് നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ മാങ്ങ അതുപോലത്തെ മാങ്ങയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇവിടെ പഴുത്ത മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും നിർത്തുന്നില്ല. ഒരാൾ പച്ചമാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ പഴുത്ത മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ഇവർ ഇതെല്ലാം കഴിച്ച് തീർക്കാനുള്ള ചാൻസാണ്. പിന്നെ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് പറയാറുണ്ട് എന്താണ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേര് എന്നൊക്കെ. ഹസ്ബൻഡിൻ്റെ പേര് മുഹമ്മദ് തൻവീർ എന്നാട്ടോ. അതുപോലെ തന്നെ ഇക്ക എന്താണ് വീഡിയോയിൽ വരാത്തത്, ഇക്ക എന്താ ചിരിക്കാത്തത്, ചിരിക്കാറില്ലേ ഇക്ക എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇക്ക ചിരിക്കുന്ന ഒരു വീഡിയോ കിട്ടിയപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. ആൾ നന്നായിട്ട് ചിരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ എപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തിട്ടുണ്ടാവും അപ്പോഴൊക്കെ ഇക്ക ഭയങ്കര സീരിയസ് ആവും. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് പച്ച ഈത്തപ്പഴം, എന്താ പറയുക, ഇതിനെന്തോ ഒരു പേരുണ്ട് സംഭവം. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണത്. സാധാ ഈത്തപ്പഴത്തിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ റൂഹി ബേബിൻ്റെ 40ാമത്തെ ദിവസത്തിൻ്റെ അന്ന് തന്നെ ഇതൊക്കെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം ഷാനോട് സ്പെഷ്യൽ താങ്ക്സ്. ഷാനോടും ഷാനൻ്റെ ഇക്ക ഫഹദ് എന്നാണ് പേര്, ഫഹദക്കാനോടും സ്പെഷ്യൽ താങ്ക്സ് പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടോ റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.